നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനവും യോഗവും നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിബിൻ അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് അനിവാര്യമെന്ന മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഫാദർ ജോയി നിരപ്പിൽ 50 വർഷം ആയുസ് കൽപ്പിക്കപ്പെട്ട അണക്കെട്ടിന് 128 വർഷം കഴിഞ്ഞിട്ടും കമ്മീഷൻ ചെയ്ത് ഉന്നയിക്കുവാൻ കഴിയാത്തത് കേരളത്തിന്റെ പരാജയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസപരമായി സമുദായത്തെ ഉയർത്തുക സമസ്തയുടെ ലക്ഷ്യമാണെന്ന് പ്രസിഡന്റ് സയ്യിദ് ജിഫ്തരി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. സമസ്ത ഇടുക്കി ജില്ലാ ആസ്ഥാന മന്ദിരം ഷംസുൽ ഉൽമ സെന്റർ തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വനിതാ ലീഗ് ക്യാമ്പയിൻ റൈസ് ആൻഡ് ത്രൈവ് ജില്ലാതല ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് സുഹ്റാം അമ്പാട് നിർവഹിച്ചു. വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് സഹന ജാഫർ അധ്യക്ഷത വഹിച്ചു. സഞ്ചാരികൾക്ക് ദൃശ്യവിസ്മയം ഒരുക്കി കാത്തിരിക്കുകയാണ് എറണാകുളം ഇടുക്കി ജില്ലാ അതിർത്തിയായ മാമലക്കണ്ടം കൊയിനിപ്പാറ. വാർത്തകൾ വിശദമായി. എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനവും യോഗവും നടത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ് അധ്യക്ഷത വഹിച്ചു. യോഗം യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിബിൻ അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കേരള മദ്യനയ അഴിമതിയിൽ ഉത്തരവാദിയായ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനവും യോഗവും നടത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ് അധ്യക്ഷത വഹിച്ചു. കോടിക്കണക്കിന് വരുന്ന രൂപയാണ് മദ്യമാഫിയകളുടെ കൈകളിൽ നിന്ന്, ബാറുടമകളുടെ കൈകളിൽ നിന്ന് കൈപ്പറ്റിക്കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്ന മദ്യം ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ നെഞ്ചെടുത്ത് അടിച്ചുകൊണ്ടുള്ള നിയമങ്ങളാണ് മാറ്റിമറിക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാം തീയതി ഡ്രൈ ഡേ ആയി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ ആ ഡ്രൈ ഡേ പോലും എടുത്തു മാറ്റിക്കൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ സമ്പത്തും മദ്യമാഫിയകളുടെ കൈകളിൽ എത്തിച്ചേരുന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിബിൻ അഗസ്റ്റിൻ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റുമാരായ റഹ്മാൻ ഷാജി, അൽത്താഫ് സുധീർ, ജോമിഷ് ജോർജ്, അലൻ കെ ജോസ്, എബി ജോർജ്, DCC അംഗം KM ഷാജഹാൻ എന്നിവർ പ്രസംഗിച്ചു. ഫസൽ സുലൈമാൻ, ഫസൽ അബ്ബാസ്, ഷിനോ ഗോപിനാഥ്, ജോസിൻ, ജെറിൻ ജോർജ്, ആകാശ് അഗസ്റ്റിൻ സണ്ണി, ടൈറ്റസ് മുള്ളരിങ്ങാട്, സെബിൻ ആന്റണി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് അനിവാര്യമെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഫാദർ ജോയി നിരപ്പിൽ. 50 വർഷം ആയുസ് കൽപ്പിക്കപ്പെട്ട അണക്കെട്ടിന് 128 വർഷം കഴിഞ്ഞിട്ടും കമ്മീഷൻ ചെയ്ത് ഉന്നയിക്കുവാൻ കഴിയാത്തത് കേരളത്തിന്റെ പരാജയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൊടുപുഴയിൽ ഇന്ത്യൻ ആന്റി കറപ്ഷൻ നേതൃത്വത്തിൽ നടത്തിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്ന മുദ്രാവാക്യം ഉയർത്തി തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുമ്പിൽ ഇന്ത്യൻ ആന്റി കറപ്ഷന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഫാദർ ജോയി നിരപ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ലക്ഷക്കണക്കിന് ജീവൻ രക്ഷിക്കുവാനും കേരളം എന്ന സംസ്ഥാനം ഇതേ ഭൂപ്രകൃതിയിൽ തന്നെ നിലനിൽക്കുവാനും മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് അനിവാര്യമാണെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഫാദർ ജോയി നിരപ്പിൽ അഭിപ്രായപ്പെട്ടു. ലോകത്തെ ഏറ്റവും പഴക്കം ചെന്നതും കാലാവധി കഴിഞ്ഞതുമായ ഏക ഭൂഗുരുത്ത അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലേത്. 50 വർഷം ആയുസ് കൽപ്പിക്കപ്പെട്ട അണക്കെട്ട് 128 വർഷം കഴിഞ്ഞിട്ടും കമ്മീഷൻ ചെയ്ത് ഉന്നയിക്കുവാൻ കഴിയാത്തത് കേരളത്തിന്റെ പരാജയമാണ്. അതിനായി ഭരണാധികാരികളും കേരളീയ സമൂഹവും നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 40 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടുവാൻ വേണ്ടി നാം നടത്തുന്ന ഈ അതിജീവന പോരാട്ടം ഒരു വൻ വിജയമാക്കി തീർക്കുവാന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് സഹകരിക്കാം.
ഇതിനു വേണ്ടി ഇന്ന് ഒരു ഏകദിന ഉപവാസം നടത്തുന്നതിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ ആന്റി കറപ്ഷൻ മിഷന്റെ നാഷണൽ, സംസ്ഥാന, ജില്ലാ എല്ലാ ഭാരവാഹികളും മുല്ലപ്പെരിയാർ സമരസമിതിയുടെ എല്ലാ അഭിവാദനങ്ങളും ഞാൻ അർപ്പിക്കട്ടെ. നമുക്കറിയാം, അനേക വർഷങ്ങളായിട്ട് ഈ അതിജീവന പോരാട്ടം തുടർന്ന് കൊണ്ടിരിക്കുന്നു. നമ്മുടെ മുദ്രാവാക്യം തമിഴ്നാടിന് ജലം, കേരളത്തിന് സുരക്ഷ, ജീവൻ. നാം ആരും ഒരിക്കലും തമിഴ്നാടിന് എതിരല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് ഇഷ്ടം പോലെ ജലം നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നു. 5 ജില്ലകള് അതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇനിയും അത് തുറന്നുകൊണ്ടിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഏകോദര സഹോദരന്മാരെ പോലെ കൈകോർത്ത് തോളോട് തോൾ ചേർന്ന് ജീവിക്കേണ്ടവരാണ് നാം 2 സംസ്ഥാനങ്ങളും. സംസ്ഥാന പ്രസിഡന്റ് ഷിബു കെ തമ്പി അധ്യക്ഷത വഹിച്ചു. ദേശീയ ചെയർമാൻ ഡോക്ടർ PRV നായർ മുഖ്യപ്രഭാഷണം നടത്തി. സമാപന സമ്മേളനം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡോക്ടർ രാജീവ് രാജധാനി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PT ശ്രീകുമാർ, KP ചന്ദ്രൻ, സന്തോഷ് കൃഷ്ണൻ, AM റെജിമോൻ, ഗിരിജ ചന്ദ്രശേഖരൻ, സുജിത് മണ്ണൂർക്കാവ്, E മനീഷ് കണ്ണൂർ, സണ്ണി പൗലോസ്, രാജു ചേർത്തല, വിപിൻ തോപ്പിൽ, PM സന്തോഷ്, P അഞ്ജലി, നിഖിൽ ബാബു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കളഞ്ഞു കിട്ടിയ സ്വർണ്ണമാല ഉടമസ്ഥന് തിരികെ ഏൽപ്പിച്ച് നാടിന് മാതൃകയായി 3 കുട്ടികൾ. ഇടുക്കി ഉപ്പുതോട് സ്വദേശികളായ റെജിൻ ജോമോൻ ചില്ലാറ്റിക്കൽ, ഗൗതം കൃഷ്ണ മഞ്ചേഷ് കല്ലിങ്കൽ, ആദിത്യൻ ഷിജി കാരിക്കാമറ്റത്തിൽ എന്നിവരാണ് സത്യസന്ധതയ്ക്ക് മാതൃകയായി മാറിയത്. ഇവരെ പ്രതിഭാഗ്യ ഗ്രന്ഥശാലയുടെയും തണൽ സ്വയം സഹായ സംഘത്തിന്റെയും നേതൃത്വത്തിൽ ആദരിച്ചു. വിദേശത്തു നിന്നും അവധിക്ക് എത്തിയ ഉപ്പുതോട് പുന്നത്താനത്ത് സോണിയയുടെ 1.5 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാല കഴിഞ്ഞ ദിവസം കളഞ്ഞുപോയിരുന്നു. പലയിടത്തും തെരഞ്ഞെങ്കിലും ഇവർക്ക് മാല കണ്ടെത്താനായില്ല. ഇതിനിടെയാണ് പിന്നീട് അതുവഴി വന്ന ഉപ്പുതോട് നിവാസികളായ ചില്ലാറ്റിക്കൽ ജെറിൻ ജോമോൻ, കല്ലിങ്കൽ ഗൗതം കൃഷ്ണ മഞ്ചേഷ്, കരിക്കാമറ്റത്തിൽ ആദിത്യൻ ഷിജി എന്നീ വിദ്യാർത്ഥികൾക്ക് വഴിവക്കിൽ നിന്നും സ്വർണ്ണമാല ലഭിക്കുന്നത്. തുടർന്ന് മാല ലഭിച്ച വിവരം മരിയാപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സമീപവാസിയുമായ പ്രജിനി ടോമിയെ കുട്ടികൾ അറിയിക്കുകയായിരുന്നു. പക്ഷെ ഇവര് 3 പേരും കൂടെ കൊണ്ടു തന്നപ്പോൾ ഇവര് പറഞ്ഞു അതിനകത്ത് 916 എന്ന് എഴുതിയിട്ടുണ്ട്. ഞങ്ങളത് ശ്രദ്ധിച്ചായിരുന്നു. അപ്പൊ തന്നെ ഞങ്ങളത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു. അപ്പൊ ഞാനും നോക്കിയപ്പോൾ ശരിയാണ്, 916 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, സ്വർണ്ണമാണ്. ഏതായാലും എടുത്തു വെച്ച് നമുക്ക് ഗ്രൂപ്പിലിടാം, ആരെങ്കിലും കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അറിയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളത് ഗ്രൂപ്പിലിട്ടത്. വഴിയിൽ നിന്നും ലഭിച്ച സ്വർണ്ണമാല ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കാൻ കുട്ടികൾ കാണിച്ച സത്യസന്ധതയെ പ്രകീർത്തിച്ച് ഉപ്പുതോട് പ്രതിഭാ ഗ്രന്ഥശാലയുടെയും തണൽ സ്വയം സഹായ സംഘത്തിന്റെയും നേതൃത്വത്തിൽ ഇവരെ അനുമോദിച്ചു. പ്രതിഭാ ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ഡോക്ടർ അബ്രഹാം ജോസഫ് അധ്യക്ഷത വഹിച്ചു. മരിയാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രജിനി ടോമി മുഖ്യ സന്ദേശം നൽകി. ഇവരുടെ ജീവിതത്തില് ഏറ്റവും നല്ല രീതിയിൽ മുൻപോട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കഴിയുന്നതിന് വേണ്ടി ഈ സത്യസന്ധത അവർക്ക് ജീവിതാന്ത്യം വരെ ഒരു മാതൃകയായ കുട്ടികൾക്ക് ഈ ഒരു ആദരവ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് അന്ത്യത്തോളം ജീവിതകാലം ഉടനീളം ഒരു ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അനുഭവമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡെന്നി ബെന്നി, അംഗൻവാടി വർക്കർ ലൂസി സിസി, പ്രതിഭാ സെക്രട്ടറി ടോമി വേലംകുന്നേൽ, തോമസ് കുഴിയംപ്ലാവിൽ, രാജു മുപ്പാത്ത്, സാന്റോ നെല്ലെടുത്ത്, സോജി ജോൺ, ഗ്ലാഡിസ് സാന്റോ എന്നിവർ പ്രസംഗിച്ചു. സ്വർണ്ണമാല തിരികെ ലഭിച്ച സന്തോഷത്തിൽ ഉടമസ്ഥരായ സോണിയയും ഭർത്താവ് ബെൻഹട്ടും ചേർന്ന് കുട്ടികൾക്ക് സ്നേഹ സമ്മാനങ്ങളും നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വിദ്യാഭ്യാസപരമായി സമുദായത്തെ ഉയർത്തുക സമസ്തയുടെ ലക്ഷ്യമാണെന്ന് പ്രസിഡന്റ് സയ്യിദ് ജിഫ്തരിക്കോയ തങ്ങൾ പറഞ്ഞു. സമസ്ത ഇടുക്കി ജില്ലാ ആസ്ഥാന മന്ദിരം സംസുൽ ഉൽമ ദഅവ സെന്റർ തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുസമ്മേളനത്തിൽ ദഅവ സെന്റർ ചെയർമാൻ MS അബ്ദുൽ കബീർ റഷാദി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസപരമായി സമുദായത്തെ ഉയർത്തുക സമസ്തയുടെ ലക്ഷ്യമാണെന്ന് പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. സമസ്ത ഇടുക്കി ജില്ലാ ആസ്ഥാന മന്ദിരം ശംസുൽ ഉലമ ദഅവ സെന്റർ തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഭൗതികവും ആത്മീയവുമായ വിദ്യാഭ്യാസത്തിനാണ് ഊന്നൽ നൽകുന്നത്. ഇക്കാര്യം സമസ്തയുടെ ഭരണഘടനയിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വിപ്ലവം ലക്ഷ്യമിട്ട് സമസ്ത സ്ഥാപനങ്ങൾ ഹൈടെക് ആക്കി മാറ്റുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. 10,750
86 മദ്രസകൾ സമസ്തയുള്ള ജമീയത്തിലും അംഗീകരിച്ച് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ നടത്തപ്പെടുന്നുണ്ട്. അത് പെട്ട 36 മദ്രസകൾ നിങ്ങളെ ഇടുക്കി ജില്ലയിലുണ്ട്. അപ്പോൾ സമസ്ത കേരള ജമീയത്തുലമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജില്ലാ ആസ്ഥാനങ്ങൾ അധികരിച്ച ജില്ലയിലും അത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഇടുക്കി ജില്ലയിലും കൊല്ലം ജില്ലയിലും ഇപ്പോൾ ഈ തെക്കൻ ഭാഗങ്ങളിലൊക്കെ നമ്മൾ അത്രമാത്രം ഈ തെക്കൻ ഭാഗങ്ങളിൽ സമസ്തയുള്ള ജമീയത്തുലമ അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് ഇവിടെ നിന്നുള്ള പല ആളുകളുടെയും ആവശ്യം വളരെ ശക്തമാവുകയും എല്ലാവർക്കും സമസ്തയുള്ള ജമീയത്തുലമയുടെ നേതൃത്വവും സാന്നിധ്യമൊക്കെ ആവശ്യമാണെന്ന് അറിയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തെക്കൻ ജില്ലയിലേക്കൊക്കെ അത് വ്യാപിപ്പിക്കുകയും പ്രത്യേകിച്ച് സമസ്തയുള്ള ജമീയത്തുലമയുടെ പ്രധാനപ്പെട്ട ചില സമ്മേളനങ്ങൾ 90-ാം വാർഷികം അത് നിങ്ങളെ അടുത്ത ജില്ലയായ ആലപ്പുഴയിൽ മനുഷ്യർ തമ്മിലുള്ള വിദ്വേഷം, അക്രമം, അനീതി ഇവയെല്ലാം ഇല്ലാതാക്കണമെന്നും പണ്ഡിതർ സൂക്ഷ്മതയുള്ളവരാകണമെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു. പൊതുസമ്മേളനത്തിൽ ദവ സെന്റർ ചെയർമാൻ MS അബ്ദുൽ കബീർ റഷാദി അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ AH ഷാജഹാൻ മൗലവി സ്വാഗതം ആശംസിച്ചു. കൺവീനർ മുഹമ്മദ് ഹനീഫ് കാശിഫി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി. സെയ്ദ് സുൽഫുദ്ദീൻ തങ്ങൾ, SKI MV ബോർഡ് മാനേജർ K മോയിൻകുട്ടി മാസ്റ്റർ, SYS സംസ്ഥാന ട്രഷറർ AM ഫരീദ് ഹാജി, KE മുഹമ്മദ് മുസ്ലിയാർ, അബ്ദുൽ ജലീൽ ഫൈസി, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA കരീം, PA സയ്യിദ് മുഹമ്മദ് മൗലവി, മുഹമ്മദ് സ്വാലിഹ് അൻവരി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. തൊടുപുഴ റേഞ്ച് സെക്രട്ടറി PA മുഹമ്മദ് നിയാസ് ഖാസിമി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വനിതാ ലീഗ് ക്യാമ്പയിൻ റൈസ് ആൻഡ് ത്രൈവ് ജില്ലാതല ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് സുഹറ മമ്പാട് നിർവഹിച്ചു. തൊടുപുഴ ലബ്ബ സാഹിബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വനിതാ ജില്ലാ പ്രസിഡന്റ് ഷഹന ജാഫർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജുബൈരിയ ഷുക്കൂർ മുഖ്യ പ്രഭാഷണം നടത്തി. വനിതാ ലീഗ് ക്യാമ്പയിൻ റൈസ് ആൻഡ് ത്രൈവ് ജില്ലാതല ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് സുഹറ മമ്പാട് നിർവഹിച്ചു. ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ രാഷ്ട്രീയ പഠനവും ജാഗ്രതയും പ്രധാനമാണ്. പുതിയ കാലത്തെ വെല്ലുവിളികൾ നേരിടാൻ കഴിയുന്ന രീതിയിൽ രാഷ്ട്രീയ അവബോധവും സംഘടനാ ശാക്തീകരണവും വനിതാ ലീഗിന്റെ കർമ്മ പരിപാടിയാണെന്ന് അവർ പറഞ്ഞു. ആക്റ്റീവായി നമ്മൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കുറച്ച് ആളുകൾ, ഒരു 15 ആളുകളെങ്കിലും നമ്മുടെ ജില്ലാ കമ്മിറ്റികളിൽ ഉണ്ടാവട്ടെ. എന്നിട്ട് ആ ആളുകളെ നമ്മൾ കോപ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഉള്ള ആളുകളെയൊക്കെ നിലനിർത്തി തീരെ വരാത്ത ആളുകൾ, തീരെ നമ്മളുടെ പരിപാടിക്ക് വരാത്ത ആളുകൾ, നമ്മളോട് സഹകരിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആ കൊഴിഞ്ഞുപോക്കുണ്ടായ ആളുകളെ മാറ്റി നിർത്തി അവർക്ക് പകരം മറ്റാളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. മണ്ഡലം കമ്മിറ്റികൾ അതും അതേപോലെ തന്നെ മണ്ഡലം കമ്മിറ്റി സജീവമായി ചലിക്കാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ സജീവമായിട്ട് മണ്ഡലം കമ്മിറ്റിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം അതാണ്. ആ മണ്ഡലം കമ്മിറ്റിയും അതിന്റെ ഗൗരവത്തോടു കൂടി കണ്ട് ആ ഗൗരവം നിലനിർത്തിക്കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ മണ്ഡലം കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആളുകളുടെ പേര് വിളിച്ചു പറഞ്ഞു, പിന്നീട് നമ്മൾ ആ പേരുകൾ കാണുന്നില്ല, ആളുകളെ കാണുന്നില്ല എന്നുള്ള പരാതി ഇല്ലാത്ത തരത്തിൽ സജീവമായ മണ്ഡലം കമ്മിറ്റികൾക്ക് നമ്മൾ രൂപം കൊടുക്കണം. ഈ മണ്ഡലം കമ്മിറ്റികളിൽ ഏതൊക്കെ പഞ്ചായത്ത് നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന് നോക്കിയിട്ട് ആ പഞ്ചായത്തുകളും ഒന്നുകൂടി കൃത്യമായി, ഒന്നുകൂടി ഒരു വ്യക്തതയോടുകൂടി നമ്മൾ ആ പഞ്ചായത്ത് കമ്മിറ്റികളും ഉണ്ടാക്കിയിട്ട് വാർഡ് തലമൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. തൊടുപുഴ ലബ്ബ സാഹിബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷഹന ജാഫർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജുബൈരിയ ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ, ട്രഷറർ TK നവാസ്, സെക്രട്ടറി PN സീതി, ദേവികുളം മണ്ഡലം പ്രസിഡന്റ് PA ബഷീർ ആനച്ചാൽ, തൊടുപുഴ മണ്ഡലം ജനറൽ സെക്രട്ടറി MA കരീം, AM സമദ്, PK മൂസ, AM നജീബ്, അഡ്വക്കേറ്റ് CK ജാഫർ എന്നിവർ പ്രസംഗിച്ചു. ഹഫ്സ സമദ്, ഷീജ നൌഷാദ്, സർജ മുജീബ്, റസിയ കാസിം, ലൈല കരീം, ഷമീന നാസർ, സെറീന സലീം എന്നിവർ പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി ബീമ അനസ് സ്വാഗതവും ട്രഷറർ സൽമ ബഷീർ നന്ദിയും പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അറക്കുളം YMCAയുടെയും മൂലമറ്റം അക്വാറ്റിക് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കളെയും SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. മൂലമറ്റം അക്വാറ്റിക് സെന്റർ ഓഡിറ്റോറിയത്തിൽ കൂടിയ സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS വിനോദ് ഉദ്ഘാടനം ചെയ്തു. അക്വാറ്റിക് ക്ലബ് പ്രസിഡന്റ് KV ജോസഫ് അധ്യക്ഷത വഹിച്ചു. അറക്കുളം YMCAയുടെയും മൂലമറ്റം അക്വാറ്റിക് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കളെയും SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. മൂലമറ്റം അക്വാറ്റിക് സെന്റർ ഓഡിറ്റോറിയത്തിൽ കൂടിയ സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS വിനോദ് ഉദ്ഘാടനം ചെയ്തു. അക്വാറ്റിക് ക്ലബ് പ്രസിഡന്റ് KV ജോസഫ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ MJ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. സമ്മേളനത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറി MA സുബൈറിന് യാത്രയയപ്പ് നൽകി. നിങ്ങൾ ചെയ്ത അല്ലെങ്കിൽ നിങ്ങളുടെ മികച്ച നേട്ടത്തിന് ആദരവും സ്നേഹവും കൈകിട്ടാൻ വേണ്ടി എത്തിയിട്ടുള്ള കുട്ടികൾ, അവരോടൊപ്പമുള്ള മാതാപിതാക്കൾക്ക്, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾക്ക്, മഹൽ വ്യക്തികൾക്കെല്ലാം നിറഞ്ഞ മനസ്സോടെയുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വ്ളോഗർ ടിജോ ജോർജിനെ YMCA പുരസ്കാരം നൽകി ആദരിച്ചു. MG യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കളായ KS ആദിത്യ, പ്രണവ് രാജ്, അലൻ ജോസഫ്, റോണി അലക്സ് എന്നിവരെയും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബി ജോമോൻ, YMCA തൊടുപുഴ സബ് റീജിയൻ ചെയർമാൻ ബാബു ജോസഫ്, അറക്കുളം YMCA പ്രസിഡന്റ് സണ്ണി കൂട്ടുങ്കൽ, ആൽവിൻ കല്ലേക്കാവുങ്കൽ, ജോസ് ഇടുക്കര, എലിസബത്ത് ചെറിയാൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, അറക്കുളം. പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. ഓരോ വർഷവും കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ 500-ൽ അധികം വിദ്യാർത്ഥികൾ SSLC പരീക്ഷ പാസ്സായി പുറത്തിറങ്ങുമ്പോൾ ഇവർക്ക് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഈ പഞ്ചായത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന വിഷയം. ആകെ 6 ഹൈസ്കൂളുകളുള്ള കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നിന്നും 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് ആവശ്യമായ പ്രവേശനം ലഭിക്കാറില്ല. ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമുള്ള കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 240ഓളം കുട്ടികൾക്ക് മാത്രമേ ഇവിടെ ഉന്നത പഠനത്തിന് സൗകര്യമുള്ളൂ. മറ്റു കുട്ടികൾ 30 കിലോമീറ്ററോളം യാത്ര ചെയ്ത് വണ്ണപ്പുറം, മുള്ളരിങ്ങാട്, വാഴത്തോപ്പ് തുടങ്ങിയ സ്കൂളുകളിലാണ് ഹയർ സെക്കൻഡറി പഠനത്തിനായി പോകേണ്ടത്. എന്നാൽ പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയായി ഉയർത്തിയാൽ ബാക്കി വരുന്ന മുഴുവൻ കുട്ടികൾക്കും ഈ പഞ്ചായത്തിൽ തന്നെ പഠിക്കാനാകും. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ 6 ഹൈസ്കൂളുകളാണ് നമുക്ക് നിലവിലുള്ളത്. അതിൽ 4 സ്റ്റേറ്റ് സിലബസും 2 CBSE സ്കൂളുകളുമുണ്ട്. ഇത്രയും സ്കൂളുകളുണ്ട് എങ്കിലും ഏകദേശം 500ഓളം കുട്ടികളാണ് ഒരു വർഷം പഠിച്ചിറങ്ങുന്നത്. ഈ 500ഓളം കുട്ടികൾ SSLCക്ക് പഠിച്ചിറങ്ങി കഴിയുമ്പോൾ 240-ൽ പരം സീറ്റുകളാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലാകെ +2 ആയും ഹയർ സെക്കൻഡറി ആയും നമുക്ക് നിലവിലുള്ളൂ. പകുതിയോളം കുട്ടികൾക്ക് മറ്റ് പഞ്ചായത്തുകളെയോ മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് വിട്ട് 30 കിലോമീറ്റർ അകലെയുള്ള മറ്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടുണ്ട്. 2011 ഹൈസ്കൂളായി മാറിയ ഗവൺമെൻറ് ഹൈസ്കൂൾ പഴയരിക്കണ്ടത്ത് 51 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പഴയരിക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂൾ ഒരു +2 ആക്കി ഉയർത്തുകയാണെങ്കിൽ ഈ നാട്ടിലെ 250-ൽ പരം വരുന്ന വിദ്യാർത്ഥികൾക്ക്, SSLC കഴിയുന്ന 250-ൽ പരം വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെൻറ് ഹൈസ്കൂൾ പഴയരിക്കണ്ടത്തെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളാക്കി ഉയർത്തുന്നതിനുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കേണ്ടതാണ്. അങ്ങനെ സ്വീകരിക്കുകയാണ് എങ്കിൽ ഈ നാടിന് വലിയ ഗുണമായി മാറുന്നത്. ദിവസവും സ്കൂളിലേക്കും തിരികെയുമായി ശരാശരി 50 കിലോമീറ്ററിലധികം യാത്ര ചെയ്തു വേണം കുട്ടികൾക്ക് +2 പഠനം പൂർത്തിയാക്കാൻ. എന്നാൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയായി ഉയർത്തിയാൽ 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് വലിയ സഹായകരമാകും. അടിയന്തരമായി ജില്ലാ ഭരണകൂടവും വിദ്യാഭ്യാസ വകുപ്പും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നാണ് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സഞ്ചാരികൾക്ക് ദൃശ്യവിസ്മയം ഒരുക്കി കാത്തിരിക്കുകയാണ് എറണാകുളം ഇടുക്കി ജില്ലാ അതിർത്തിയായ മാമലക്കണ്ടം കൊയിനിപ്പാറ. BBC കോതമംഗലം പ്രതിനിധി ലത്തീഫ് കുഞ്ചാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. സഞ്ചാരികളെ കാത്ത് കാടും മലയും കാട്ടാറും ദൃശ്യവിസ്മയം ഒരുക്കുന്ന എറണാകുളം ഇടുക്കി ജില്ലാ അതിർത്തിയിലെ കുടിയേറ്റ ആദിവാസി ഗ്രാമമാണ് മാമലക്കണ്ടം. ഗ്രാമത്തിലെ ഉരുളി അരുവിയുടെ അടുത്താണ് ദൃശ്യവിസ്മയം ഒരുക്കുന്ന കൊയിനിപ്പാറ മല. പ്രകൃതിരമണീയമായ അരുവിയും മേഘങ്ങളിൽ മുട്ടിനിൽക്കുന്ന മലയുമെല്ലാം സഞ്ചാരികൾക്ക് മനോഹര കാഴ്ചയാണ്. ഈ ദൃശ്യവിസ്മയം കേട്ടറിഞ്ഞ വിനോദസഞ്ചാരികൾ എത്തിത്തുടങ്ങിയതോടെ മലമുകളിലേക്ക് ഓഫ് റോഡ് സർവീസ് വരെ തുടങ്ങിക്കഴിഞ്ഞു. മലമുകളിൽ എത്തിക്കഴിഞ്ഞാൽ സമീപ പട്ടണങ്ങളുടെ അടക്കം നിരവധി സ്ഥലങ്ങളിൽ വിദൂര ദൃശ്യങ്ങൾ കാണാനാകും. 2ാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ലോകത്താകമാനം ഭക്ഷ്യക്ഷാമം നേരിട്ടു. ഈ സാഹചര്യത്തിൽ ഭക്ഷ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി എവിടെയും കയറി കൃഷി നടത്തുന്നതിന് അനുവാദം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ രാജാവ് വിളംബരം പുറപ്പെടുവിച്ചു. ഇതനുസരിച്ച് 1940-ൽ കുടിയേറിയവരാണ് മാമലക്കണ്ടത്തെ താമസക്കാർ എന്നാണ് ചരിത്രം. കോതമംഗലം, കുട്ടമ്പുഴ, മാമലക്കണ്ടം എറണാകുളം ജില്ലയിലെ കോതമംഗലം KSRTC ഡിപ്പോയിലെ ഏറ്റവും പ്രയാസവും എന്നാൽ ഏറ്റവും മനോഹരവുമായ പ്രദേശത്തേക്കുള്ള ബസ് റൂട്ടാണിത്. കാട്ടാനകളും കാട്ടുപോത്തും മലയെണ്ണാനുമെല്ലാം ധാരാളമുള്ള ഇവിടെ
കാടും മലയും കാട്ടരുവികളും ഒരു ദൃശ്യവിസ്മയം തന്നെയാണ്. കോതമംഗലം താലൂക്കിൽ കുട്ടമ്പുഴ പഞ്ചായത്തിലെ 10-12 വാർഡുകളിൽ പെടുന്നതാണ് കുടിയേറ്റ ആദിവാസി ഗ്രാമമായ മാമലക്കണ്ടം. മുൻപ് ഇടുക്കി ജില്ലയിലായിരുന്ന മാമലക്കണ്ടം 1997 എറണാകുളം ജില്ലയുടെ ഭാഗമായത്. 4 വശത്താലും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്നത് തന്നെയാണ് മാമലക്കണ്ടം മറ്റു സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത്. കാടിന് ഒരല്പം പോലും കോട്ടം വരുത്താതെയാണ് ജനങ്ങൾ ഇവിടെ ജീവിച്ചു പോരുന്നത്. ആദിവാസി സംസ്കാരം നിലനിർത്തി ജീവിക്കുന്ന ഒരുപറ്റം ആദിവാസി ഗ്രാമവും അതോട് ചേർന്ന് ജീവിക്കുന്ന നാട്ടുകാരുമാണ് ഇവിടെയുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ മലയായ ആനമുടി ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. മുനിയറകളും കാടും കാട്ടാറുകളും വന്യജീവികളും അപൂർവ ഇനം പക്ഷികളുമെല്ലാം കാഴ്ചയൊരുക്കുന്ന മാമലക്കണ്ടത്തേക്ക് കോതമംഗലം നഗരത്തിൽ നിന്നും കുട്ടമ്പുഴ വഴി 24 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്താനാകും. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളും ടൂറിസം വകുപ്പും വേണ്ട ഇടപെടലുകൾ നടത്തിയാൽ എറണാകുളം ജില്ലയിൽ ഏറെ സഞ്ചാരികൾ എത്തുന്ന പ്രദേശമായി മാറുവാൻ മാമലക്കണ്ടത്തിന് സാധ്യതകൾ ഏറെയാണുള്ളത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കട്ടപ്പന താലൂക്ക് ആശുപത്രിയും പരിസരങ്ങളും CI2 കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. CI2 സ്ഥാപന ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ശുചീകരണ പ്രവർത്തനം CI2 ജില്ലാ സെക്രട്ടറി KS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. CITU കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയും പരിസരവുമാണ് ശുചീകരിച്ചത്. ആശുപത്രിയിലേക്കുള്ള പാതയോരങ്ങളിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളും കാടുപടലങ്ങളും നീക്കം ചെയ്തു. ഒപ്പം ആശുപത്രിയുടെ വിവിധ കെട്ടിടങ്ങളും കഴുകി വൃത്തിയാക്കി ബ്ലീച്ചിംഗ് പൗഡർ വിതറി അണുവിമുക്തമാക്കി. CITU ജില്ലാ സെക്രട്ടറി KS മോഹനൻ ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും CITU വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ നിലയ്ക്ക് തൊഴിലാളികളുടെ അവകാശ സമരങ്ങൾ മാത്രമല്ല, നാടിന്റെ പൊതുവായ പ്രശ്നങ്ങളിലും CITU ഇടപെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി വന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ശുചീകരണ പ്രവർത്തനം ഏറ്റവും പ്രധാനമാണ്. ഇപ്പോൾ ഈ വർഷം കാലവർഷം കൂടുതലായിരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. അത്തരം ഒരു ഘട്ടത്തിൽ പകർച്ചവ്യാധികളും മറ്റും തടയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അക്കാര്യത്തിൽ ഒരു ജാഗ്രതപ്പെടൽ ആവശ്യമാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് CITU സംസ്ഥാന കമ്മിറ്റി തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ജില്ലയിലും ഈ പ്രവർത്തനം നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കട്ടപ്പന ഏരിയയിൽ നടക്കുന്ന ഇവിടെ ചുമട്ടുതൊഴിലാളികളും മറ്റ് വിവിധ വിഭാഗം തൊഴിലാളികളും ചേർന്നാണ് ഇപ്പം ഈ പ്രവൃത്തി ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത്. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണം മാത്രമല്ല, നാടിന്റെ പൊതുവായ കാര്യങ്ങളിലും CITUവിന്റെ ഇടപെടലുണ്ട്. CITUവിന്റെ ഇടപെടൽ എക്കാലവും ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. CITU ഏരിയ സെക്രട്ടറി MC ബിജു, പ്രസിഡന്റ് ടോമി ജോർജ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി CR മുരളി, KN ബിനു, ലിജോ ബി ബേബി, MB ഹരി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. നാഷണൽ NGO കോൺഫെഡറേഷനും സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ഡെവലപ്മെന്റ് സ്റ്റഡീസും സോഷ്യൽ ബി വെഞ്ചേഴ്സും സംയുക്തമായി ഇളന്തേശം സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കരിമണ്ണൂരിൽ സ്കൂൾ കിറ്റ് വിതരണം നടത്തി. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. സീഡ് സൊസൈറ്റി പ്രസിഡന്റ് ബിൻസി ജോസഫ് അധ്യക്ഷത വഹിച്ചു. സന്നദ്ധ സംഘടനകളുടെ ദേശീയ കൂട്ടായ്മയായ നാഷണൽ NGO കോൺഫെഡറേഷനും സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ഡെവലപ്മെന്റ് സ്റ്റഡീസും സോഷ്യൽ ബിവെഞ്ചേഴ്സും സംയുക്തമായി ഇളന്തേശം സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 50% സാമ്പത്തിക സഹായത്തോടെ LKG മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായി കരിമണ്ണൂരിൽ സ്കൂൾ കിറ്റ് വിതരണം നടത്തി. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ 14 വാർഡിലും ആളുകളില്ലാത്ത അംഗങ്ങളായിട്ടുണ്ട്. നമുക്കറിയാം, നിരവധിയായ കമ്പനികൾ CSR ഫണ്ട്, അവർക്ക് CSR ഫണ്ട് ഉണ്ട്. നല്ല നല്ല പ്രോജക്റ്റുകൾ നടത്തുന്ന സൊസൈറ്റികൾക്കും ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾക്കും അവരുടെ CSR ഫണ്ട് ഇപ്പൊ ഗവൺമെന്റിന്റെ അപ്രൂവലോടുകൂടി അവർ CSR ഫണ്ട് ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾക്ക് നൽകുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള ഞാൻ പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം വെച്ചാൽ നമുക്കത് ഒരു തടസ്സവും ഈ സൊസൈറ്റിയെ കുറിച്ച് ഇന്നുവരെ ആരും ഒരു പരാതികളോ പരിഭവങ്ങളോ പറഞ്ഞിട്ടില്ല. ഒരാളുകളും ഇതുവരെ പരാതികളോ പരിഭവങ്ങളോ പറഞ്ഞില്ല. കാരണം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശ്രീ ജോഷിയെ പോലുള്ള വിക്സിയെ പോലുള്ള കൂടെയുള്ള ഭാരവാഹികൾ അവരൊക്കെ നല്ല രീതിയിൽ ഒരു സത്യസന്ധമായി തന്നെ നല്ല നീതിപൂർവമായി തന്നെ നല്ല രീതിയിൽ തന്നെ ഇത് കൊണ്ടുപോകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ പ്രസ്ഥാനം ഇപ്പം നിലനിന്ന് പോകുന്നത്. അല്ലെങ്കിൽ ഇത് തുടക്കത്തിൽ തന്നെ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായാലും. സീഡ് സൊസൈറ്റി പ്രസിഡന്റ് ബിൻസി ജോസഫ് അധ്യക്ഷത വഹിച്ചു. സീഡ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ജോഷി MM, കരിമണ്ണൂർ പഞ്ചായത്ത് അംഗം ജീസ് ജോസഫ്, സീഡ് സൊസൈറ്റി ഫീൽഡ് പ്രൊമോട്ടർ റഫീദ ഷാഹുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. നാഷണൽ NGO കോൺഫെഡറേഷനും സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ഡെവലപ്മെന്റ് സ്റ്റഡീസും സോഷ്യൽ ബി വെഞ്ചേഴ്സും ചേർന്ന് സംയുക്തമായി ഇളന്തേശം സീഡ് സൊസൈറ്റി മുഖേനയുള്ള സ്കൂൾ കിറ്റ് വിതരണം
ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ലതീഷ് നിർവഹിച്ചു. ഉടുമ്പന്നൂർ പഞ്ചായത്ത് കോർഡിനേറ്റർ ഷീല സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നാഷണൽ NGO കോൺഫെഡറേഷനും സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ഡെവലപ്മെന്റ് സ്റ്റഡീസും സോഷ്യൽ ബീവഞ്ചേഴ്സും സംയുക്തമായി ഇളംദേശം സീഡ് സൊസൈറ്റി മുഖേന സൊസൈറ്റിയിൽ അംഗങ്ങളായവരുടെ LKG മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് 50% സാമ്പത്തിക സഹായത്തോടെയുള്ള സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ലതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന കുട്ടി നല്ല സ്കൂബിയുടെ ഭാഗ്യം കൊണ്ട് വന്നാൽ ലൂണാറിൻ്റെ ഭാഗ്യമെങ്കിലും നമ്മുടെ കുട്ടിക്ക് വേണമെന്നുള്ള വാശിയിലാണ് എല്ലാവരും. പണമില്ലെങ്കിലും നമ്മൾ കടം വാങ്ങി നമ്മുടെ മക്കളുടെ കാര്യം ഇപ്പോൾ ഒരു വീട്ടിൽ പണ്ടത്തെ പോലെ ഒരുപാട് മക്കളുമില്ല, ഒന്നല്ലെങ്കിൽ 2. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു കുട്ടിയുണ്ടെങ്കിൽ അവരുടെ ആ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കണമെന്നുള്ളൊരാഗ്രഹം എല്ലാ മാതാപിതാക്കന്മാർക്കും ഉണ്ട്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും ആ ആഗ്രഹമുള്ള ആളുകളുമാണ്. അപ്പോൾ ഒരു കുട്ടിയെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു 10,000 രൂപയോളം എങ്ങനെ കുറഞ്ഞാലും ഒരു ചിലവ് വരും അല്ലേ? സ്കൂൾ ബാഗ് ഒരു 700 രൂപ 1000 രൂപ റേഞ്ചിൽ സ്കൂൾ ബാഗാകും. കുട വരുമ്പോൾ ഒരു 300 രൂപ 350 രൂപയുടെ കുട വേണം. പിന്നെ പുതിയ ഉടുപ്പ് വരുമ്പോൾ എങ്ങനെയായാലും 32,000 രൂപ ഉടുപ്പിൻ്റെ സംവിധാനമാകും. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ എങ്ങനെ വന്നാലും നമുക്ക് ആ ഒരു ചിലവിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ 2000 രൂപയുടെ ഒരു സ്കൂൾ കിറ്റാണ് ഇവിടെ നമ്മുടെ ഇളംദേശം സീഡ് സൊസൈറ്റി 50% സബ്സിഡി നിരക്കിൽ 1000 രൂപയ്ക്ക് നമുക്ക് തരുന്നത്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ അകത്തൊരു സ്കൂൾ ബാഗ്, കുട, ടിഫിൻ ബോക്സ്, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ സേവനങ്ങൾ ഇനി ഒട്ടേറെ കാര്യങ്ങൾക്കകത്ത് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കും എന്നവർ പറയുന്നുണ്ട്. ആ നിലയിൽ നന്നായി മുൻപോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഉടുമ്പന്നൂർ പഞ്ചായത്ത് കോർഡിനേറ്റർ ഷീല സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഫീൽഡ് പ്രൊമോട്ടർ ടോമി ജോസഫ് സ്വാഗതം ആശംസിച്ചു. ഫീൽഡ് പ്രൊമോട്ടർമാരായ അനിത, ശിവരാജൻ, രാജി, സിനി, രാധ, അനുപ്രിയ എന്നിവർ ആശംസകൾ നേർന്നു. പ്രൊമോട്ടർ ദീപ യോഗത്തിൽ നന്ദി പറഞ്ഞു. സാദിയ ഫാത്തിമ, ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. കഠിന വരൾച്ച മൂലം പൂർണ്ണമായി നാശം സംഭവിച്ച കൃഷിയിടങ്ങൾ കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. കട്ടപ്പനയിലെ വിവിധ വരൾച്ച ബാധിത കൃഷിയിടങ്ങളാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ടിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ സന്ദർശിച്ചത്. അതിശക്തമായ വരൾച്ചയിൽ പൂർണ്ണമായും നാശം സംഭവിച്ച കൃഷിയിടങ്ങളാണ് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ടിലിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചത്. അതികഠിനമായ വരൾച്ചയിൽ ഇടുക്കി ജില്ലയിലെ 60%-ലധികം കൃഷി ഉണങ്ങിക്കരിഞ്ഞു. ഏലം ഉൾപ്പെടെയുള്ള കൃഷിയിടങ്ങളിൽ കച്ചിക്ക് സമമായി ഏലച്ചെടികൾ അടിഞ്ഞുകൂടുകയാണ്. അതോടൊപ്പം തന്നെ കുരുമുളക്, കാപ്പി, കൊക്കോ, ജാതി ഉൾപ്പെടെയുള്ള നാണ്യവിളകൾക്കും വരൾച്ചയിൽ നാശം സംഭവിച്ചു. ഇതോടെ ഹൈറേഞ്ചിലെ കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന, വള്ളക്കടവിലെ വിവിധ കൃഷിയിടങ്ങളിൽ സന്ദർശനം നടത്തിയത്. 287 കോടി രൂപയുടെ കൃഷിനാശം സംഭവിച്ചെന്ന കൃഷിവകുപ്പിന്റെ കണക്കിനേക്കാൾ ഇരട്ടിയാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൽ ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. 50,000-ലേറെ കർഷകരെ വരൾച്ച ബാധിച്ചിട്ടുണ്ട്. 1,62,200 ഹെക്ടർ സ്ഥലത്തെ ഏലകൃഷി പൂർണ്ണമായും കരിഞ്ഞുണങ്ങി. ഈ സാഹചര്യത്തിൽ ജില്ലയെ വരൾച്ച ബാധിത ജില്ലയായി അടിയന്തരമായി പ്രഖ്യാപിക്കണം. ജില്ലയ്ക്കായി പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുമ്പോൾ മുൻ വർഷങ്ങളിൽ പ്രഖ്യാപിച്ചതുപോലെ നടപ്പിലാവാത്ത പാക്കേജിന് പകരം കർഷകർക്ക് ലഭ്യമാകുന്ന പാക്കേജ് വേണം നടപ്പിലാക്കുവാൻ. കൂടാതെ കൃഷിമന്ത്രി അടക്കം നടത്തിയ സന്ദർശനം വെറും പ്രഹസനമായി മാറിയെന്നും കൃഷിയിടങ്ങൾ സന്ദർശിച്ചുകൊണ്ട് കേരള കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തെ ഒട്ടാകെ കണക്കാക്കുമ്പോൾ 257 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചുവെന്നാണ് കൃഷി വകുപ്പിൻ്റെ ഒരു കണക്ക്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം അതിലൊട്ടേറെ മുകളിലാണ്. നമ്മുടെ ഇടുക്കി ജില്ല തന്നെ 50,000 കർഷകരുടേതായിട്ട് നമുക്ക് 157 കോടി രൂപയിലധികം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് ഇടുക്കി ജില്ലയിലെ കർഷകരുടെ നേരിടുന്ന പ്രശ്നങ്ങൾ. ഈ അവസരത്തിൽ ഈ കൃഷി മുഴുവൻ നശിച്ച ആളുകൾക്ക് പ്രത്യേകമായ ധനസഹായം നൽകണമെന്നും ഇടുക്കി ജില്ലയെ വരൾച്ച ബാധിതമായ ജില്ലയായി പ്രഖ്യാപിക്കണമെന്നും കർഷക കോൺഗ്രസ് ഈ അവസരത്തിൽ ഊന്നിപ്പറയുകയാണ്. അതോടൊപ്പം കൃഷി നശിച്ച കർഷകർക്ക് അവർക്ക് പുനർകൃഷിക്കുള്ള സാമ്പത്തിക സഹായം, അതോടൊപ്പം തന്നെ മറ്റ് കൃഷികൾക്കുള്ള എല്ലാ സഹായങ്ങളും, ബാങ്കുകളിൽ മൊറട്ടോറിയം അടക്കം അവരുടെ കടബാധ്യതകൾ എഴുതിത്തള്ളുവാനുള്ള സംവിധാനം ഉൾപ്പെടെ എല്ലാ നടപടി സ്വീകരിക്കണമെന്ന് കർഷക കോൺഗ്രസ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു. അടിയന്തരമായി കർഷകർക്ക് സഹായം എത്തിക്കാൻ സർക്കാർ ഇടപെടൽ നടത്തണം.
കർഷകരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ ബാങ്ക് വായ്പകളിൽ പലിശയിളവും മൊറട്ടോറിയവും പ്രഖ്യാപിക്കണമെന്നും പുനഃകൃഷിക്ക് വേണ്ട സഹായങ്ങൾ കർഷകരിൽ എത്തിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വള്ളക്കടവ് പുളിക്കത്താഴെ മാത്തച്ചൻ, വെള്ളിയാംകുളം ബോബൻ, കോഴിക്കോട് ദേവസ്യാച്ചൻ, കളരിക്കൽ സാബു, വണ്ടകത്തിൽ ജോയിച്ചൻ എന്നിവരുടെ കൃഷിയിടങ്ങളാണ് സന്ദർശിച്ചത്. കർഷക കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ജോസ് ആനക്കല്ലിൽ, PS മേരിദാസൻ, ഷജിമോൾ ഷാജി, PJ ബാബു, KD രാധാകൃഷ്ണൻ നായർ എന്നിവരും സന്ദർശനത്തിനുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനവും യോഗവും നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിപിൻ അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് അനിവാര്യമെന്ന മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഫാദർ ജോയി നിരപ്പിൽ. 50 വർഷം ആയുസ് കൽപ്പിക്കപ്പെട്ട അണക്കെട്ടിന് 128 വർഷം കഴിഞ്ഞിട്ടും കമ്മീഷൻ ചെയ്ത് ഉന്നയിക്കുവാൻ കഴിയാത്തത് കേരളത്തിന്റെ പരാജയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസപരമായി സമുദായത്തെ ഉയർത്തുക സമസ്തയുടെ ലക്ഷ്യമാണെന്ന് പ്രസിഡന്റ് സയ്യിദ് ജിഫ്തരി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. സമസ്ത ഇടുക്കി ജില്ലാ ആസ്ഥാന മന്ദിരം ഷംസുൽ ഉൽമ ദഅ സെന്റർ തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വനിതാ ലീഗ് ക്യാമ്പയിൻ റൈസ് ആൻഡ് ത്രൈവ് ജില്ലാതല ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് സുഹ്റാം അമ്പാട് നിർവഹിച്ചു. വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് സഹന ജാഫർ അധ്യക്ഷത വഹിച്ചു. സഞ്ചാരികൾക്ക് ദൃശ്യവിസ്മയം ഒരുക്കി കാത്തിരിക്കുകയാണ് എറണാകുളം ഇടുക്കി ജില്ലാ അതിർത്തിയായ മാമലക്കണ്ടം കൊയിനിപ്പാറ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.